السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഖാറൂൻ മുതലാളി വിചാരിച്ചത് ഞാൻ തന്നെയാണ് വലിയവൻ എന്നായിരുന്നു. ഞാനാണ് വലിയ സൗഭാഗ്യവാൻ എന്നായിരുന്നു. എന്നാൽ ആ ഖാറൂനെയും അവൻ്റെ സാമ്രാജ്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുപ്രഭാതത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ കഥ ഖുർആൻ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അവനും അവൻ്റെ സിൽബന്ധികൾക്കും ബോധ്യപ്പെട്ടത് അള്ളാഹുവാണ് വലിയവൻ. ഖുർആൻ ജോർദാന്റെ ചാവുകടലിൻ്റെ തീരത്ത്, ഡെഡ് സീയുടെ തീരത്ത് ഇന്ന് ടൂറിസ്റ്റുകളൊക്കെ വന്ന് നോക്കിക്കാണുന്ന ഒരു വലിയ സംഭവമാണ് ഡെഡ് സീ. ചരിത്രബോധമുണ്ടെങ്കിൽ ബോധ്യപ്പെടും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന്. അള്ളാഹുവിനെ അറിയാൻ
ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് വലിയ ചരിത്രം. അധികാരത്തിൻ്റെ ബലത്തിൽ 10,000-ങ്ങളായ ബനൂ ഇസ്രായേൽ സമൂഹത്തോട് ക്രൂരമായി അക്രമം ചെയ്ത ഈജിപ്ത് ഭരിച്ച റംസീസ് രണ്ടാമൻ എന്ന ഫറോവയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവൻ പറഞ്ഞത് ഞാനാണ് റബ്ബ് എന്നായിരുന്നു. എല്ലാ റബ്ബുകളുടെയും മുകളിലുള്ള റബ്ബ് ഞാനാണ് എന്നാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഫറോവയും സിൽബന്ദികളും അത്യത്ഭുതകരമായി ചെങ്കടലിൽ മുങ്ങിച്ചെത്തപ്പോൾ ആ ഫിർഔനും ബോധ്യമായി അള്ളാഹുവാണ് വലിയവൻ. അള്ളാഹു ആരാണെന്ന് അള്ളാഹു തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ സംഭവങ്ങളൊക്കെ. ഉയർന്ന പ്രദേശത്തും കുന്നിൻ മുകളിലുമൊക്കെ വലിയ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കി സുഖത്തിലും ആഡംബരത്തിലുമൊക്കെ ആടിത്തിമർത്ത ആദ് സമുദായമെന്ന ഒരു ഉഷിരൻ നാഗരികതയെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്, ഖുർആനും പറയുന്നുണ്ട്. അവർ വിചാരിച്ചിരുന്നത് അവരാണ് കേമന്മാരെന്നായിരുന്നു. പക്ഷേ 7 രാത്രിയും 8 പകലും തുടർച്ചയായി അടിച്ചു വീശിയ കൊടുങ്കാറ്റിൽ ആദ് നാഗരികത നിശേഷം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ അവർക്കും നമുക്കും ബോധ്യമായി ആരാണ് അള്ളാഹു എന്ന്. ചരിത്രം ഇനിയും ആവർത്തിക്കുകയാണ്. പാറ തുരന്ന് ഇന്നത്തേക്കാൾ അത്യത്ഭുതകരമായ ടെക്നോളജി ഉപയോഗിച്ച് വീടുകളും വഴികളും കൊട്ടാരങ്ങളും നിർമ്മിച്ച് വിസ്മയം സൃഷ്ടിച്ച സമൂദ് ഗോത്രത്തിൻ്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് തോന്നി ഇതൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമൂഹം, ഏറ്റവും വലിയ ആളുകളെന്ന്. അവിചാരിതമായി അത്യത്ഭുതകരമായി ആ നാഗരികതയെ തച്ചുടക്കുന്ന, എല്ലാ ടെക്നോളജികളെയും നശിപ്പിക്കുന്ന ഒരു മഹാവിസ്ഫോടനമുണ്ടായി. സൈഹത്ത് എന്നാണ് ഖുർആൻ ആ വിസ്ഫോടനത്തെ വിളിച്ചത്. ആ സൈഹത്ത് വന്നപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അള്ളാഹുവാണ് വലിയവൻ. ചരിത്രം വീണ്ടും ആവർത്തിച്ചു. വിശുദ്ധമായ തൗഹീദ്, ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്ക വിട്ടുപോയി മദീനയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. അവിടെയും കൂട്ടത്തോടെ ചെന്ന് നബിയെയും അനുയായികളെയും കൊന്നൊടുക്കാം എന്ന് വിചാരിച്ച അബൂജഹലിനും സിൽബന്ദികൾക്കും ബദറിൽ നിസ്സാരനും നിസ്സഹായനുമായ അവസ്ഥയിൽ മരിച്ചു വീഴേണ്ടി വന്നപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു അല്ലാഹുവാണ് വലിയവനും. നബി തിരുമേനിയുടെ തന്നെ ചരിത്രത്തിൽ മദീനയിൽ നിന്ന് മക്കയിൽ ഉംറ ചെയ്യാൻ വേണ്ടി 1500 സത്യവിശ്വാസികളുടെ കൂടെ നബി വന്നപ്പോൾ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തടയുകയും നിഗൂഢമായ ചില ലക്ഷ്യങ്ങളോടെ ഹുദൈബിയ സന്ധി എന്ന കരാറുണ്ടാക്കുകയും ചെയ്തപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ വിചാരിച്ചത് അവർ വിജയിച്ചു എന്നായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000-ഓളം അനുയായികളുടെ അകമ്പടിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും മക്ക വിജയിച്ചടക്കുകയും ചെയ്തപ്പോൾ ഖുറൈശികൾക്ക് ബോധ്യമായി അല്ലാഹുവാണ് വലിയവനെന്ന്.
സമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തു. അധികാരത്തിൻ്റെ അമിതമായ ഫലത്തിൽ ഒരു കുറ്റബോധവും പോലുമില്ലാതെ രാജ്യനിവാസികളായ ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്നൊടുക്കിയ ഹിറ്റ്ലർ, അവൻ വിചാരിച്ചത് അവനാണ് ഏറ്റവും വലിയ ശക്തി എന്നായിരുന്നു. അവസാനം ആ മഹാകൂട്ടക്കൊലയുടെ സംതൃപ്തിയോ സമാധാനമോ സ്വപ്നം കണ്ട ഹിറ്റ്ലർ ജീവിതം അവസാനിപ്പിച്ചത് ആത്മഹത്യയിലൂടെയായിരുന്നു. അതും അള്ളാഹുവിൻ്റെ വൈഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു ആരാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ദൈവത്തെയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവിക ദർശനങ്ങളെയുമൊക്കെ നിഷേധിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ പടുത്തുയർത്തപ്പെട്ട സോവിയറ്റ് റഷ്യ എന്ന സാമ്രാജ്യം നമ്മളൊക്കെ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. 1980-കളിൽ സോവിയറ്റ് റഷ്യ എന്ന വൻ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് ലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കേണ്ടി വന്നു. ആധുനിക ലോകത്തെ ഈ ചരിത്രം നമ്മോട് പറയുന്നത് അള്ളാഹുവാണ് വലിയവൻ എന്നാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ സൂറത്ത് യൂസുഫിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. എത്രയെത്ര ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലും. യമുറൂന അലൈഹ, ആ ആയത്തുകളിലൂടെ അവർ കടന്നു പോകുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ, അതിനവർ അവഗണിക്കുകയാണ്. ഈ പറഞ്ഞതൊന്നുമല്ല, ഇനിയും ഒരുപാട് ആയത്തുകളുണ്ട്. എന്നിട്ടും നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നില്ല. അള്ളാഹു തന്നെ പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മഹാഭൂരിപക്ഷം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടാണ്. ആരാണ് അള്ളാഹു എന്ന് ബോധ്യം വരാത്തത് കൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് പോലും മുശ്രിക്കുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് അള്ളാഹുവിനെ അറിയുകയും മനസ്സിലാക്കുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ട മുസ്ലിം സമൂഹം എവിടെയാണ് ചെന്നു നിൽക്കുന്നത് എന്ന്. ഇതുപോലെ ഒരു കാലം നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കണം. എന്തുമാത്രം മോശമായ രീതിയിലാണ് മുസ്ലിം ഉമ്മത്ത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണത്. ഏറ്റവും കടുപ്പമുള്ള പ്രതിസന്ധികളെയാണ് മുസ്ലിം ഉമ്മത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൗസരിയോട് സംസാരിക്കുകയായിരുന്നു. മുസ്ലിം സമൂഹം അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുകയും അള്ളാഹു മാത്രമാണ് അഭയമെന്ന പരിപൂർണമായ വിശ്വാസത്തിലേക്ക് എത്തുകയും ഒന്നിച്ചു നിന്ന് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും ചെയ്തെങ്കിലല്ലാതെ മുസ്ലിം ഉമ്മത്തിനൊരു രക്ഷയുമില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്തുമാത്രം ദുർബലമാണ് നമ്മുടെ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചുമൊക്കെ ഉള്ള നമ്മുടെ വിശ്വാസം, അറിവ് എപ്രകാരമായിരിക്കണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് യഖീനോടുകൂടിയായിരിക്കണം. ദുർബലമാകരുത്, നാം ദുർബലമാകരുത്.
ഇന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് യഖീനില്ലായ്മയാണ്. വിശ്വാസത്തിൽ ഉറപ്പില്ല, സംശയങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കാൻ ബാധ്യതയുള്ളവർ പോലും അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ എന്തുമാത്രം വലിയ അപാകതകളാണ് വരുത്തിയത്. അള്ളാഹുവിന്റെ അസ്മാകളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ടവർ അള്ളാഹുവിന്റെ അസ്മാകളിൽ എന്തുമാത്രം വലിയ കൃത്രിമത്വമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് അള്ളാഹു പറഞ്ഞതുപോലെ യഖീനുള്ള വിശ്വാസം നമുക്ക് കിട്ടുന്നില്ല. നമ്മളൊക്കെ ഒരു കേവല ബാഹ്യമായ വിശ്വാസികളാണ്. അള്ളാഹു നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. കാരണം അള്ളാഹുവിനെ അറിയേണ്ട വിധം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അറിവുണ്ടാകാം, അറിവ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് അറിവെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിരലിന്റെ തുമ്പിലുണ്ട്. ഏതറിവും നമുക്ക് നേടാൻ സാധിക്കും. ആ അറിവല്ല അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത്, മറിച്ച് ബോധ്യമാണ്. എന്റെ സംസാരത്തിന്റെ ആമുഖമായി ഞാൻ സൂചിപ്പിച്ച ചരിത്രങ്ങളൊക്കെ ഖുർആൻ പറയുന്നത് മാത്രമല്ല, ഇവിടെയുള്ള ലോക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴുള്ള ബോധ്യമല്ല, ജ്ഞാനമല്ല, ഇൽമല്ല ഉണ്ടാകേണ്ടതെന്നും മറിച്ച് അതിനേക്കാളൊക്കെ ഉപരിയായി എന്താണോ പ്രവാചകന്മാർ അള്ളാഹുവിനെ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത്, ആ ഒരു ബോധ്യത്തിലേക്കാണ് നാം എത്തേണ്ടത് എന്നും നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്, മൻസിലത്തുൽ യഖീനി മിനൽ ഈമാൻ ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. നിങ്ങളുടെ ശരീരത്തിന് ആത്മാവ്, ജീവൻ എപ്രകാരം ആവശ്യമുണ്ടോ അപ്രകാരം ഈമാൻ, വിശ്വാസം ശുദ്ധിയാകണമെങ്കിൽ നിങ്ങൾക്ക് യഖീൻ ആവശ്യമുണ്ട്. എന്തിനാണ്? റൂഹില്ലാത്ത ജസദ് എന്തിനു കൊള്ളും? ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത ശരീരം എന്തിനു കൊള്ളും? അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ യഖീനില്ലാത്ത ഈമാനിന്റെയും അവസ്ഥ. ഇതാണ് നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് യഖീൻ ഉണ്ടാകണം. യഖീൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം, ഖുർആൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ വിശ്വാസമാണ്. وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. നമ്മൾ ചോദിക്കാറില്ലേ, എന്തുകൊണ്ട് മുസ്ലിം സമൂഹം ഇപ്രകാരം പ്രതിസന്ധിയിൽ അകപ്പെടുന്നു, ദുർബലപ്പെടുന്നു? നമ്മൾ ചോദിക്കാറില്ലേ? അള്ളാഹു ഉത്തരം പറയുന്നുണ്ട്, وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا. നമ്മുടെ കൽപ്പനയനുസരിച്ച്, നമ്മുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് സമൂഹത്തെ ഹിദായത്തിലേക്ക് നയിക്കുന്ന നേതൃത്വം ഉണ്ടാകും, നേതാക്കൾ ഉണ്ടാകും. എപ്പോൾ? ലമ്മാ സബറു, അവർക്ക് സബറുണ്ടെങ്കിൽ പോരാ. വകാനു ബിആയാതിനാ യൂഖിനൂൻ. ആയത്തുകളിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ളതാണ് ആയത്തെന്ന് പറയുന്നത്. ആ ആയത്തുകളിൽ നമുക്ക് യഖീൻ ഉണ്ടാകണം. യഖീനാണ് പ്രശ്നം. അഹ്ലുൽ യഖീൻ, അതിലേക്ക് നമ്മൾ എത്തണം. വഫിൽ അർദി ആയാതുൽ ലിൽ മൂഖിനീൻ. നോക്കൂ, നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്ന ആയത്തുകളൊന്നും നമുക്ക് എന്തുകൊണ്ട് ഫലം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതിലായത്തുള്ളത് ലിൽ മൂഖിനീൻ, യഖീനുള്ളവർക്കാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയും പഠനവും ഒക്കെ ബാഹ്യമായി മാറി, കേവല വർത്തമാനമായി. നമ്മുടെ തൗഹീദൊക്കെ സംസാരത്തിലാണ്. നമ്മുടെ അകത്തേക്ക് തൗഹീദ് കയറിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ ആലോചിക്കണം. മുവഹിദുകളാണെന്ന് പറയുന്നവരുടെ പോലും അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം സംസാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും നമുക്കവരെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. കാരണം അവർ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാണ്. ആരാണ് മുസ്ലിം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി?
മൻ സല്ല സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫഹുവൽ മുസ്ലിം. ആരാണ് നമ്മുടെ നമസ്കാരം നിർവഹിച്ചത്? ആരാണ് നാം അറുത്തത് ഭക്ഷിക്കുന്നത്? ആരാണ് നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്? അവൻ മുസ്ലിമാ. അവനെ കുത്തിച്ചീന്തി മുറിച്ചു നോക്കേണ്ട ബാധ്യത നമുക്കില്ല. മുസ്ലിമായ ഒരുത്തന്റെ അടുത്ത് നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനിൽ ദുർബലമായ കെട്ടുകഥകൾ വന്നു പോകുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ബാധ്യതയുണ്ട്. അത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം ശരിയാക്കണം. സംശയമില്ലാത്ത അള്ളാഹുവാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഇത് നമ്മൾ സംശയത്തിലാണ്. ഞാൻ ചോദിച്ചാൽ കേൾക്കുവോ? ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിക്കുവോ? എന്റേത് അള്ളാഹുവിലേക്ക് എത്തുവോ? അവിടെയാണ് ഒന്നാമത്തെ പരാജയം. ഇന്നമൽ മുഅ്മിനൂൻ, അള്ളാഹു പരിചയപ്പെടുത്തുന്നു ആരാണ് വിശ്വാസികളെന്ന്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ലം യർതാബു, ഒട്ടും സംശയമില്ലാത്ത ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഉള്ളവരാരാണോ അവരാണ് മുഅ്മിനുകൾ. എന്താണ് മുഅ്മിൻ? എന്താണ് ഈമാൻ? അമ്നിൽ നിന്നാണ് ഈമാൻ ഉണ്ടായത്. അമ്ന് എന്ന പദം എല്ലാവർക്കും അറിയാലോ. അമ്ന് നമുക്ക് സെക്യൂരിറ്റി നൽകുന്ന സിസ്റ്റമാണ് അമ്നെന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറയുന്നത് അതാണ്. അള്ളാഹുവിന്റെ ആളുകളായതുകൊണ്ട് നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. അപ്പോൾ നമ്മളൊരു സേഫ് സോണിലാണ്. അള്ളാഹുവിന്റെ ആളുകളാണെങ്കിൽ നാം ഒരു സേഫ് സോണിലാണ്. പക്ഷേ അള്ളാഹുവിന്റെ ആളുകളാണെന്ന് പറയുകയും അള്ളാഹുവിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് പാടില്ലാത്തതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, നരകാവകാശികൾ നരകത്തിൽ വെച്ച് പറയുന്ന ഒരു സംഭാഷണം അള്ളാഹു സൂറത്തുൽ ജാഥിയയിൽ കേൾപ്പിക്കുന്നുണ്ട്. വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅതു ലാ റൈബ ഫീഹാ ഖുൽതും മാ നദ്രി മസ്സാഅ ഇൻ നظുന്നു ഇല്ലാ ظന്നാ വമാ നഹ്നു ബിമുസ്തൈഖിനീൻ. അവരോട് പറയപ്പെട്ടാൽ അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്. വസ്സാഅതു ലാ റൈബ ഫീഹാ, ഈ ലോകം അവസാനിക്കും, അതിലൊട്ടും സംശയമില്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആൾക്കാർ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അള്ളാഹ് പറയുന്നു, അവര് പറഞ്ഞത് മാ നദ്രി മസ്സാ, ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഈ ലോകം അവസാനിക്കുക, അത് അവസാനിക്കോ? ഇൻ നظുന്നു ഇല്ലാ ظന്നാ, ഇതൊരു ഊഹമല്ലേ, ഉറപ്പുണ്ടോ? ഉറപ്പില്ല എന്ന് നമ്മുടെ ജീവിതം തെളിയിക്കുകയാണ്. വമാ നഹ്നു ബിമുസ്തൈഖിനീൻ, ഇത് വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിൽ ഇതുണ്ട്. വമാ നഹ്നു ബിമുസ്തൈഖിനീൻ, ഞങ്ങൾക്ക് അതിലൊന്നും അങ്ങനെ ഒരു ഉറച്ച വിശ്വാസമില്ല. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഇതിൽ നിന്നാണ് നമുക്ക് മോചനം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ യഖീൻ നിറച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും, ഒരു സംശയമില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദം തലഅൽ ഖൽബു ബിൽ യഖീൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢബോധം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ താറ ഷൗഖൻ ഇലൽ ജന്ന വഹുവ യഅ്മനുൻ നാർ, അവൻ സ്വർഗത്തെ ആഗ്രഹിച്ച് അവൻ പറന്നുപോകും. അവൻ നരകത്തെക്കുറിച്ച് നിർഭയത്വത്തിലാകും. അതാണ് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടുന്നത്. ചരിത്രം അതിന് സാക്ഷിയാണ്. ഒരുപാട് ചരിത്രമുണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന സത്യം. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹുവിനെ യഖീനോടുകൂടി നമുക്ക് ബോധ്യപ്പെടണം. ആ യഖീൻ നമുക്കുണ്ടായാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇന്ന് സത്യത്തിൽ നമുക്ക് സംഭവിച്ചത് ഇതാണ്.
അള്ളാഹുവിനെ കുറിച്ച് യഖീനുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങൂ, അള്ളാഹുവിനോടെ അഭയം തേടൂ, അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കൂ, അള്ളാഹുവിനോടെ ചോദിക്കൂ, അള്ളാഹുവിനെ മാത്രമേ ശരണം വിളിക്കൂ. യഖീനില്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ വിട്ടുപോയത്. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിനെ വിട്ടുപോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ലേ നമ്മളോട് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? നമ്മൾ അങ്ങനെയല്ലേ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാത്തിഹ ഓതുമ്പോ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാകുന്നു എന്ന്. ഫാത്തിഹയുടെ പകുതി ഭാഗത്തേക്ക് എത്തുമ്പോ അള്ളാഹുവിനെ നീ എന്ന് വിളിക്കാൻ മാത്രം അള്ളാഹുവുമായുള്ള ശക്തമായ ദൃഢമായ ബന്ധം നാം നേടുകയാണ്. അതുവരെ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അങ്ങനെ പറഞ്ഞു. അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, അവൻ കാരുണ്യകനാണ്, കരുണാനിധിയാണ്, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു യഖീൻ നമ്മുടെ ഉള്ളിൽ വന്നപ്പോ, അള്ളാഹു എന്റെ കൂടെയുണ്ട്, അള്ളാഹു എന്റെ സ്വന്തം ആളാണ് എന്ന ബോധ്യം വന്നപ്പോ മാറിയില്ലേ വാക്ക്? പിന്നെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നീ എന്ന് വിളിച്ചു, നിന്നെ മാത്രമേ ഞങ്ങൾ അടുത്തുപോയി. യഖീന്റെ ശക്തി അതാണ്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ. നിങ്ങൾ ആലോചിച്ചു, എത്ര മനോഹരമാണ് നമുക്ക് സംഭവിച്ച സഹോദരങ്ങളെ. അവിടെയാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ യഖീൻ, നമ്മുടെ വിശ്വാസ ബോധ്യം, ദൃഢബോധ്യം 3 രീതിയിൽ ഉണ്ടാകണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് യഖീനു ഖബർ എന്നതാണ്. യഖീനു ഖബർ. യഖീനു ഖബർ എന്നാൽ എന്താ? ഖബർ എന്ന് പറഞ്ഞാൽ വർത്തമാനം, വാർത്ത എന്നാണ്. അള്ളാഹു പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ നമുക്ക് യഖീൻ ഉണ്ടാകണം. സത്യമായിട്ടൊന്ന് ചിന്തിക്കുക. നെഞ്ചത്ത് കൈവച്ചത് ആലോചിച്ച് നോക്കൂ. ഇത് നമുക്കുണ്ടോ? അള്ളാഹു പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ, റസൂലുള്ള പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഉണ്ടോ നമുക്ക് ആ യഖീൻ? അതാണ് യഖീനു ഖബർ. ഉണ്ടോ? ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അള്ളാഹു ഒരുപാട് കാര്യം പറഞ്ഞിട്ട് ചോദിച്ചു, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാൻ ആരാണുള്ളത്? ആരെങ്കിലും ഉണ്ടോ? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. അള്ളാഹുവിനേക്കാൾ മനോഹരമായി, വൃത്തിയായി, സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കാൻ ആരാണുള്ളത്? ഉണ്ടോ ആരെങ്കിലും? നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അള്ളാഹു തആല പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ആ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു സംസാരിക്കുന്നത് അള്ളാഹു അല്ലാതെ ആരോടൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിലും, ആരാ ദുആ ചെയ്യുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ മനുഷ്യന്മാര് ദുആ ചെയ്യാം. അള്ളാഹ് പറയുന്നു, മാ യംലികൂന മിൻ ഖത്മീർ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു കാരക്കക്കുരുവിന്റെ നടുവിലുള്ള ഒരു പാട പോലും സ്വന്തമാണെന്ന് പറയാൻ അവർക്ക് പറ്റോ? എത്ര ചെറിയ, ഇതൊരു ഫിലോസഫിയാണോ? എത്ര സിമ്പിൾ തത്വമാണ്. പറ്റുമോ? കാരക്ക കണ്ടിട്ടില്ലേ? ആ കാരക്കന്റെ കുരു എടുത്താല് അതിന്റെ നടുവിലൊരു പാട ഉണ്ടാവും. ആ പാടയാണ് ഖത്മീർ. അറബികൾ ഏറ്റവും നിസ്സാരമായ വസ്തുവിനെ കുറിച്ച് പറയാനാണ് ആ പാട പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു വിശദീകരിച്ചു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല കേട്ടോ. കേൾക്കൂല. അള്ളാഹു പറയാ കേൾക്കൂല. അള്ളാഹു പറഞ്ഞതിനേക്കാൾ ഇനി ആരാ ഇത് പറയേണ്ടത്? വലൗ സമിഉ മസ്തജാബു ലക്കും. ഇനി നിങ്ങളുടെ വാദപ്രകാരം കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമേ അല്ല. നമ്പർ 2,
ഈ തലച്ചോറിന്റെ ഉള്ളിൽ കളിമണ്ണല്ലെങ്കിൽ ഇത് മനസ്സിലാവും. മൂന്നാമത് പറഞ്ഞത് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കുണ്ടല്ലോ അത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ യക്ഫുറൂൻ, അവരതിനെ നിഷേധിക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നവർ പറയും. അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ഷിർക്ക് എന്നാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയത്. ആ ആളുകൾ പോലും അത് നിഷേധിക്കും. അടുത്തതാണ് നിങ്ങൾ ശരിക്ക് കേൾക്കേണ്ടത്. അവസാനിപ്പിക്കുന്നത് അള്ളാഹു എന്ത് പറഞ്ഞിട്ടറിയോ? വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ കാര്യം ഇത്ര കൃത്യമായി പറഞ്ഞു തരാൻ സൂക്ഷ്മജ്ഞാനിയായ റബ്ബിനെ പോലെ മറ്റാർക്കും പറ്റില്ല. നമ്മൾ പറയണം ഏത് അള്ളാഹുവിലാണ് നമുക്കുള്ള വിശ്വാസം. യഖീൻ ഖബർ നമുക്കില്ലാതെ പോയി അള്ളാഹുവിനെ കുറിച്ച്. അതാ പ്രശ്നം. അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാകാത്ത മാതിരി ഇത് പറഞ്ഞത് അള്ളാഹുവാണ്. എത്ര സ്ഥലങ്ങളില്ല, ഒരു സ്ഥലത്ത് മാത്രമാണ്. ആവർത്തിച്ച് പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചേക്കണം, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. എന്നോട് ഇബാദത്ത് ചെയ്യാൻ വിമുഖത കാണിക്കുന്നവർ, അഹങ്കരിക്കുന്നവർ അറിയണം, അവര് നിന്ദ്യരായി നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇബാദത്ത് എന്ന് വിളിച്ചത് എന്തിനെ നിങ്ങൾക്കറിയോ? മുമ്പ് പറഞ്ഞ ദുആഇനെയാണ്. എത്ര കണിശവും കൃത്യവുമായാണ് ഇത് പറയുന്നത് എന്ന് നോക്കൂ. ഈ ഒരു ദൃഢബോധ്യം, അള്ളാഹ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഞാനത് അംഗീകരിക്കാൻ കടപ്പെട്ടവനാണെന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ വികാരം. അള്ളാഹുവിനെ കുറിച്ചും ഇനി റസൂലിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുറെ ആളുകൾക്ക് ഇപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ സംശയമാണ്. ഖുർആൻ മാത്രം മതി എന്നാ പറയുന്നത്. അത് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ ആളുകളുണ്ട്. ആരാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂൽ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ, റസൂലുള്ള പറഞ്ഞ ഒരു കാര്യത്തെ ഒരു സംശയവുമില്ലാതെ, ഒരു തെറ്റിദ്ധാരണയുമില്ലാതെ നിരുപാധികം അനുസരിക്കാൻ കടപ്പെട്ടവന്റെ പേരാണ് വിശ്വാസി. വന്നജ്മി ഇദാ ഹവാ മാ ضل സാഹിബുക്കും വമാ ഹവാ. അല്ലാഹു എത്ര കൃത്യമായാണ് പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അറിയണം, അല്ലാഹുവിന്റെ റസൂൽ തന്നിഷ്ടം സംസാരിച്ചിട്ടില്ല. അല്ലാഹു പറയാ വഹീന്റെ അടിസ്ഥാനത്തിലേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സഹീഹായി, സത്യസന്ധമായി, കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയാൻ മാത്രം വങ്കത്തരത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് അധപതിച്ചില്ലേ? കാര്യം എന്താ അറിയോ? യഖീനില്ലാതെ പോയി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിനെ കുറിച്ചുള്ള യഖീൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഒന്നാമത് ഉണ്ടാകേണ്ടത്, യഖീനു ഖബർ. ഞാൻ ആ പദം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്തിനറിയോ? അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകണം. പദം പോലും നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മളൊന്നും ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ഒരു പുതിയ കാലഘട്ടത്തെയാണ് നമ്മൾ സംബോധന ചെയ്യാനുള്ളത്. ആ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഇതൊന്നും അതിൻ്റെ ബാഹ്യമായി പറഞ്ഞു പോയാൽ രക്ഷപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തേത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പഠിപ്പിച്ചു, യഖീനുദ്ദലാലയാണ്. യഖീനുദ്ദലാല നമുക്ക് ആദ്യത്തെ തന്നെ മതി ഉറപ്പുണ്ടാകാൻ. പക്ഷെ എന്നാൽ പോലും അള്ളാഹു അവന്റെ മഹാകാരുണ്യം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പറയുക മാത്രമല്ല ചെയ്തത്, ദലീല് കൊണ്ടുവന്നു, കൃത്യമായ രേഖകൾ, ഏതൊരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രേഖകൾ, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രേഖകൾ. വിശുദ്ധ ഖുർആനിൽ അൻ-നംൽ എന്നൊരു അധ്യായമുണ്ട്, സൂറത്തുൻ നംൽ, ഉറുമ്പിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ആ അധ്യായം മുഴുക്കെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹു അവന്റെ ആയത്തുകളെ വിശദീകരിച്ച ശേഷം ചോദിക്കുന്നുണ്ട്, പറയണം അഇലാഹും മഅല്ലാഹ്. അള്ളാഹു ചോദിച്ചു തുടങ്ങുക, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ? നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചവൻ ആരാണ്? ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹജ. കൗതുകമുള്ള അനേകം
തോട്ടങ്ങൾ ആരാണ് നിർമ്മിച്ചു തന്നത്? മഴ പെയ്തിട്ട് വലിയ വലിയ തോട്ടങ്ങൾ ഉണ്ടായില്ലേ, മനോഹരമായ തോട്ടങ്ങൾ. ആരുണ്ടാക്കി? ആ തോട്ടത്തിലെ ഒരു വൃക്ഷം പോലും മുളപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നോ? പറയണം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, എന്താ ഉത്തരം? അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അള്ളാഹു കൊണ്ടും പറയുന്നു, ബൽഹും ഖൗമുൻ യഅദിലൂൻ. അവർ തെറ്റിക്കപ്പെട്ടു പോയി. അതാണ് സംഭവിച്ചത് ഇവിടെ. തെറ്റിക്കപ്പെട്ടു. ഇനി നിരന്തരം ചോദ്യങ്ങളാണ്. അമ്മൻ ജഅലൽ അർദ ഖറാറ. ആരാണ് ഭൂമിയെ നിങ്ങൾക്കൊരു സുസ്ഥിരതയോടുകൂടി താമസിക്കാൻ ഒരുക്കി തന്നത്? വജഅല ഖിലാലഹ അൻഹാറ. ഭൂമികൾക്കിടയിലൂടെ പുഴകൾ ഒഴുക്കി തന്നത് ആരാണ്? വജഅല ലഹാ റവാസി. ആ ഭൂമിയെ പിടിച്ചു നിർത്താൻ ആവശ്യമായ പർവ്വതങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ. സമുദ്രത്തിന്റെയും പുഴയുടെയും ഇടയിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വണ്ണമുള്ള ഒരു മറ സൃഷ്ടിച്ചത് ആരാണ്? എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, അഇലാഹും മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. പറ്റുമോ? അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? ഇല്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇതറിയുന്നില്ല. നിരന്തരം ചോദ്യങ്ങളാണ്, അതിശക്തമായ ചോദ്യങ്ങൾ. അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, അത് ഭയങ്കര. നമുക്ക് ദലാലത്തിന് അത് മതി അള്ളാഹുവിനെ കുറിച്ച്. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. ആരാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത്? ഖൽഖ് ആരാ ആരംഭിച്ചത്? വീണ്ടും അതിനെ ആവർത്തിക്കുന്നത് ആരായിരിക്കും? എല്ലാവരും മരിച്ചുപോയി മണ്ണടിഞ്ഞു പോയിട്ട് പോലും വീണ്ടും അതേ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരായിരിക്കും? ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തന്നത്, മഴ വർഷിപ്പിച്ചു തന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകിയത് ആരാണ്? പറ്റുമോ? അഇലാഹും മഅല്ലാഹ്. നിങ്ങൾ സൂറത്തുൽ നംൽ മുഴുവൻ ഒരാവർത്തി വായിച്ചു നോക്കണം. അഇലാഹും മഅല്ലാഹ്. എന്നിട്ട് അല്ലാഹു ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളുടെ അടുത്ത് വല്ല രേഖകളും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. എന്തിനാറിയോ? നമുക്ക് യഖീനു ദലാലത്ത് ഉണ്ടാകണം. അതിനാ തെളിവിന്റെ ആവശ്യമല്ല നമുക്ക്. സത്യത്തിൽ അല്ലാഹ് പറഞ്ഞാൽ തന്നെ മതി, നമുക്കത് മതിയാകും. പക്ഷേ എന്നാലും അല്ലാഹ് കൊണ്ടുവരാം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ദൃഢമാകണം, നമുക്ക് ഈമാൻ ഉണ്ടാകണം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു നിർഭയത്വം കിട്ടണം. റബ്ബനാ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയാൽ എനിക്ക് ആശ്വാസം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. എന്റെ പ്രശ്നത്തിന് ഞാൻ അള്ളാഹുവിനെ വിളിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് അള്ളാഹുവിനെ അറിയാന്ന് പറഞ്ഞാൽ. അങ്ങനെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം സഹോദരന്മാരെ. അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം, ഇത് ഇവിടെയൊന്നും തീരുന്നില്ല. അവസാനത്തേത് യഖീനുൽ മുഷാഹദയാണ്. യഖീനുൽ മുഷാഹദ. മുഷാഹദ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണണം. നമ്മൾ എല്ലാ ദിവസവും കാണും. യഖീൻ ഖബർ കിട്ടിയില്ലേ? യഖീനുൽ ദലാലത്ത് കിട്ടിയില്ലേ? ഇനി യഖീനുൽ മുഷാഹദ കിട്ടണം. നോക്കൂ, യഖീനുൽ ഖബറിൽ നിന്ന് യഖീൻ ദലാലത്തിലൂടെ യഖീൻ മുഷാഹദയിലേക്ക്. എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുക? എങ്ങനെ അള്ളാഹുവിനെ കാണുക? നമ്മൾ സത്യത്തിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്താത്ത കാലത്തോളം നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടൂല സഹോദരന്മാരെ. ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കണം. ഏത് ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിലും. അള്ളാഹുവിന്റെ റസൂൽ അനുയായികളോട് മുഴുവൻ പറഞ്ഞ വാചകം അതാണ്. അള്ളാഹുവിനെ നിങ്ങൾ മുന്നിൽ കാണണം. എവിടെയും നിങ്ങളുടെ മുന്നിൽ അള്ളാഹു ഉണ്ടാകണം. അപ്പൊ അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. കണ്ണിൽ കണ്ടതുപോലെ ആയിരിക്കണം നമുക്ക്. അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ വിശദീകരിച്ചാൽ അള്ളാഹുവിനെ നമ്മൾ കാണൂലേ? കാണണ്ടേ? ഇങ്ങനെയൊന്നും വിശദീകരിക്കാത്ത എത്ര എണ്ണ നമ്മൾ കാണല്, എന്തൊക്കെ സംഭവമാണ് നമ്മൾ കാണല് നമ്മുടെ ഉള്ളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയൊന്നും വിശദീകരിക്കാത്ത എന്തെല്ലാം കാണുന്നു. കാണണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശ്വാസവും അപ്രകാരമായിരിക്കണം.
നബി പറഞ്ഞു എന്ന് മാത്രമല്ല, നബി രേഖ തന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതുപോലെ ആയിരിക്കണം നബിയെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യവും. എന്താ കാരണം? നമ്മൾ മനസ്സിലാക്കണം. സഹാബത്ത് പറയുമായിരുന്നു, ഞങ്ങൾ സ്വർഗം കണ്ടു എന്ന്, ഞങ്ങൾ നരകം കണ്ടു എന്ന്. കണ്ടിട്ടുണ്ടോ? നമ്മളൊരു പക്ഷെ ചോദിക്കും, വരികൾക്കിടയിലൂടെ എവിടെ കാണുക, എങ്ങനെ കാണുക, ഭൂമിയിൽ അതുണ്ടോ, എങ്ങനെ കാണും എന്ന്. അവർ പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തണം സഹോദരന്മാരെ. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാ മതി, അപ്പൊ ഞങ്ങൾ കണ്ട മാതിരിയാ. അതെ, നബി പറഞ്ഞാൽ തന്നെ എന്താണ്, ഞങ്ങൾ കണ്ട മാതിരി. ഞങ്ങൾ കാണുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമാണ്. കാരണം അള്ളാഹു നബിയെ കുറിച്ച് പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരതിക്രമവും അതിൽ വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വസ്സാഅതു ഹഖ്ഖുൻ എന്നൊരു പ്രാർത്ഥനയുടെ മുന്നോടിയായി പറയാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം, ആ ഹഖ്ഖുൻ 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 എന്ന പദം നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്തത് ചോദിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. അല്ലേ? തഹജ്ജുദിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? തഹജ്ജുദിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? ആ പ്രാർത്ഥന അങ്ങനെയല്ലേ? ഇതൊക്കെ ഹക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ബോധ്യമായതാണ്. നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കി അതാണ് അറിവായി മാറേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അതാണ്. ആ യഖീനാണ് ഇൽമായി മാറേണ്ടത്. ആ ഇൽമുണ്ടല്ലോ, ആ ജ്ഞാനം, അതിനെക്കുറിച്ചും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതും 3 രീതിയിലാണ്. ഒന്നാമത്തേത് ഇൽമുൽ യഖീനാണ്, ഇൽമുൽ യഖീൻ. രണ്ടാമത്തേത് ഐനുൽ യഖീനാണ്, ഐനുൽ യഖീൻ. മൂന്നാമത്തേത് ഹഖ്ഖുൽ യഖീനാണ്. എന്താണ് ഇൽമുൽ യഖീൻ? ഇതെല്ലാം കൂടി ഒരു സൂറത്തിൽ നിങ്ങൾ പഠിച്ചത് ഓർമ്മയിലുണ്ടാവും. സൂറത്തു തക്ഹാസുറിൽ ഒന്നിച്ചു വരുന്നുണ്ട്. അവിടെയാണ് ശരിക്കും നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുക സഹോദരന്മാർ. ഇന്ന് സത്യത്തിൽ നമ്മൾ അറിയണം, നമുക്ക് കിട്ടിയ ഇന്നത്തെ നമ്മുടെ അറിവുകളിൽ അധികവും സാധ്യതകൾ മാത്രമാണ്. നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. അത് നാളെ മാറല്ലേ? എത്ര എണ്ണം മാറ്റി നമ്മൾ, അല്ലേ? നമ്മുടെ തിയറികൾ എത്ര എണ്ണം മാറി? ആലോചിച്ചു. നമ്മളൊക്കെ പഠിച്ച തിയറികൾ എത്ര എണ്ണം മാറി? എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല 1500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അറിയിച്ചു തന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വരി പോലും ഇതുവരെ മാറിയിട്ടില്ല, ഒരാശയം പോലും മാറിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു വ്യാഖ്യാനം പോലും മാറിയിട്ടില്ല. മനുഷ്യന്മാർ പറഞ്ഞ വ്യാഖ്യാനത്തിൽ മാറ്റം വന്നിട്ടില്ല. അതാണ് സത്യത്തിൽ ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ, ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിശക്തമായ ഒരു ബോധ്യം. നമുക്കതിന് തെളിവൊന്നും ആവശ്യമില്ല. അത് മതി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഒരാൾ പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടതുപോലെയല്ലേ? ആണോ അല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത് വേഗം മനസ്സിലാക്കും. കണ്ടതുപോലെയല്ലേ നമുക്ക് തോന്നല്? എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അപ്രകാരം നമുക്ക് വരാത്തത്? അങ്ങനെയല്ലേ വരേണ്ടത്? അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അതിനുള്ളതല്ലേ? പഠിപ്പിച്ചത് അതിനു വേണ്ടിയല്ലേ? ആ ഇൽമ് നമുക്കുണ്ടാകാൻ വേണ്ടിയല്ലേ? അള്ളാഹ് പറഞ്ഞു എന്നതുകൊണ്ട് നമുക്ക് ആ ഇൽമ് കിട്ടണം. അത് കിട്ടിയവരായി നമ്മൾ മാറണം സഹോദരന്മാരെ. അവിടേക്കാണ് സത്യത്തിൽ നമുക്ക് എത്താൻ സാധിക്കേണ്ടത്. അവിടെ എത്തുമ്പോഴാണ് നാം വിജയിക്കുക. രണ്ടാമത്തേത് ഐനുൽ യഖീനാണ്. അഥവാ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് യഖീനായ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതുപോലെയുള്ള ഉറപ്പ് വേണം. നമുക്ക് തെളിവ് വേണമെന്നില്ല. കണ്ടു,
കണ്ടു, ബോധ്യമായി. അതാണ് ഐനുൽ യഖീൻ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ ഐനുൽ യഖീൻ എന്താണ്? ഏറ്റവും അവസാനത്തേത് ഞാൻ പറഞ്ഞു, അതാണ് മൂന്നാമത്തേത്, ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വൈകാരികമായ അനുഭവമാണ് സഹോദരന്മാരെ. നമ്മൾ അതിലെത്തുക. ഹക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുക. അള്ളാഹുവിനെ കണ്ടു നമ്മൾ, ഇനി അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ ആവുകയാണ്. അതാണ് ഹഖുൽ യഖീൻ. ഞാൻ ഉദാഹരണം പറയാം. ഇമാം ഖസാലി റഹിമഹുല്ലാ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു നിങ്ങളോട് നിൽക്കുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് ശുദ്ധമായ തേനുണ്ട് എന്ന് പറഞ്ഞു. ഉദാഹരണമാണ്, ശുദ്ധമായ തേൻ, ഒരു കലർപ്പില്ലാത്ത തേനുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ നമ്മൾ വിശ്വസിക്കും. കാരണം അത്രയും വിശ്വസ്തനാണ് എന്ത് ചെയ്ത് പറഞ്ഞത്. അതാണ് ഇൽമുൽ യഖീൻ. അത്രയേ ഉള്ളൂ, അത്രേ വേണ്ടതുള്ളൂ. അതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുണ്ടോ? സെക്കൻഡ് സ്റ്റെപ്പ്, ആ മനുഷ്യൻ ഒരു ദിവസം നമ്മളെ വീട്ടിൽ വന്നു, കുറച്ച് തേൻ്റെ സാമ്പിളായിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തന്നു. കണ്ണുകൊണ്ടേ, ഇതാ ഇതാണ് ഒറിജിനൽ തേന, കണ്ടില്ലേ? അപ്പൊ നമുക്ക് എന്തുണ്ടായി? ഐനുൽ യഖീൻ ഉണ്ടായി. ആദ്യത്തേത് ഇൽമുൽ യഖീനാണ്. തേൻ കണ്ടു നേർക്ക് നേരെ നമ്മുടെ കണ്ണുകൊണ്ട്, അപ്പോൾ ഐനുൽ യഖീൻ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് ആ തേനെന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ തന്നു. നമ്മളിങ്ങനെ രുചിച്ചു. അപ്പോഴോ അതാണ് ഹഖുൽ യഖീൻ. നമുക്ക് ബോധ്യമായി, ഇതുറപ്പാണ്. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന് ഉദാഹരണം പറഞ്ഞുകൂടാ, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. പക്ഷെ ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ അറിയണം. അപ്പൊ നോക്കൂ, ഇൽമുൽ യഖീനിലൂടെ, ഐനുൽ യഖീനിലൂടെ ഹഖുൽ യഖീനിലെത്തണം. ഹഖുൽ യഖീൻ, അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്ന പൂർണ്ണമായ കോൺഫിഡൻസ്, ആത്മവിശ്വാസമുള്ളവരായി നമ്മൾ മാറണം. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞവരാകൂ. എനിക്ക് ആരുമില്ല എന്നല്ല, എനിക്ക് അള്ളാഹു ഉണ്ട്. ഇതാണ് പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രം. മുഴുവൻ ചരിത്രവും ഇതാണ്. അതിലേക്ക് നമ്മൾ വരണം സഹോദരന്മാരെ, അത് മനസ്സിലാക്കണം. പ്രവാചകന്മാർ മുഴുവൻ അള്ളാഹു തആല ഇതിലേക്ക് എത്തിച്ചു. എന്തിലൂടെ? ഇൽമുൽ യഖീനിലൂടെ, ഐനുൽ യഖീനിലൂടെ ഹഖുൽ യഖീനിൽ എത്തിച്ചു. പ്രവാചകന്മാർക്ക് അള്ളാഹിനെ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, അല്ല, ഇത് മൂന്നും സംഭവിപ്പിച്ചു. എന്നിട്ട് അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു. നമുക്ക് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കും. ഒന്നാമത്തെ റസൂലാണല്ലോ നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹം ഏറ്റവും പ്രയാസമുള്ള പലതും അനുഭവിച്ചു. 950 കൊല്ലം പ്രബോധനം ചെയ്ത നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തെ വല്ലാതെ നിഷേധിച്ചു, തള്ളി. അവസാനം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്. നിങ്ങൾ ആലോചിക്കണം, ഒരു വരണ്ട മരുഭൂമിയിൽ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്ന കൽപ്പന എന്താ അറിയോ? വസ്നഇൽ ഫുൽക ബിഅയുനിന. നൂഹ് ഒരു കപ്പലുണ്ടാക്കുക. എവിടെ കപ്പലുണ്ടാക്കേണ്ടത്? ചുറ്റുപാടൊന്നും എന്തില്ല, സമുദ്രമില്ല, വെള്ളമില്ല, പുഴയില്ല, വരണ്ട മരുഭൂമിയാ. അവിടെ കപ്പലുണ്ടാക്കാൻ പറയുന്നത്. വല്ലാത്ത വാക്കാണത്. നൂഹ് നബി കപ്പലുണ്ടാക്കാൻ തുടങ്ങി. ഖുർആൻ പറയുന്നുണ്ട്, കപ്പലുണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്ന ആളുകൾ നൂഹ് നബിനെ വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി. എന്ത് ഭ്രാന്താടോ നിനക്ക്, ഇവിടെ കപ്പലുണ്ടാക്കണം, ഈ മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പരിഹസിച്ചു. സത്യത്തിൽ ആധുനിക സമൂഹം ഇസ്ലാമിനെയും ദീനിനെയും പരിഹസിക്കുന്ന രീതി ഇതന്നെയാണ്. ഇതിൻ്റെ ഒരു സെയിം കോപ്പിയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോഴും നൂഹ് അലൈഹിസ്സലാം കുലുങ്ങിയില്ല. കാരണം എന്താ? അള്ളാഹു പറഞ്ഞൊരു വാക്ക് അത് ഇൽമായി, ഐനുൽ യഖീനായി വരികയാണ്. നൂഹ് നബിയുടെ ഉള്ളിലുണ്ട്. അള്ളാഹ് കപ്പലുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലുണ്ടാക്കണം. അള്ളാഹു പറയുന്നുണ്ട്, നമ്മളവരെ മുക്കിക്കൊല്ലും എന്ന് പറയുന്നുണ്ട്.
അള്ളാഹ് ചെയ്തോളും, അത് ഞാൻ ചിന്തിക്കട്ടെ എങ്ങനെയെന്ന്, അത് അള്ളാഹു നിർവഹിച്ചുകൊള്ളും, ബാക്കി ഞാൻ ചെയ്യണ്ട എന്ന. നിങ്ങൾ ആലോചിച്ചു എന്താ സംഭവിച്ചത്? കപ്പലിന്റെ പണി കഴിഞ്ഞു. നൂഹ് അലൈഹിസ്സലാം കപ്പലിന്റെ പണി കഴിഞ്ഞ വിവരം അള്ളാഹുവിനോട് പ്രാർത്ഥനയിലൂടെ അറിയിച്ചു. അപ്പൊ എന്തുണ്ടായി? ഫഫതഹ്നാ അബ്വാബ അസ്സമാഇ ബിമാഇൻ മുൻഹമിർ. ആകാശത്തിന്റെ വാതിൽ ഇങ്ങോട്ട് തുറന്നു എന്നവർ. ഭയങ്കര വാക്ക. എന്തുമായിട്ടാ വന്നത്? ബിമാഇൻ മുൻഹമിർ, കോരിച്ചെരിയുന്ന വെള്ളം. എവിടെ? മരുഭൂമിയിൽ. നമ്മൾ കണ്ടില്ലേ നൂഹ് നബിയുടെ കപ്പല് അടുത്ത സ്ഥലം ജൂദി പർവ്വതമാണ്. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്, ജൂദി പർവ്വതം. തനിച്ച പാറകളും മലകളും മരുഭൂമികളും മാത്രമുള്ള സ്ഥലം അതൊരു കടല് പോലെയായി മാറി. നൂഹ് അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും സകലമാന ജീവികളിൽ നിന്നും ഒരു ഇണയെയും അതിൽ കയറ്റാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത് നമുക്കറിയാലോ. അത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹു നമുക്ക് ബോധ്യപ്പെടേണ്ടത് അങ്ങനെയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾ ആലോചിച്ചു. ഇബ്രാഹിം അലഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ഭയങ്കര സംവിധാനമാണ് തീക്കുണ്ടാരം. ചരിത്രം ഞങ്ങൾക്ക് അറിയാമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, വല്ല സഹായവും വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഭയങ്കര ചോദ്യമല്ലേ. നോക്കി നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം വന്നാൽ കിട്ടുന്ന അനുഭവം എത്ര മാത്രമാണ് എന്ന് ഇബ്രാഹിം നബിയുടെ വാക്കിലുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്താ മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞു? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. നമ്മൾ എവിടെ നിൽക്കണേ നിങ്ങൾ ആലോചിച്ചു. എവിടെ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്കോ എന്ത് സഹായം അവിടുന്ന് വരും? എനിക്ക് അല്ലാഹു മതി, ഞാൻ അവനാണ് വക്കാലത്ത് കൊടുത്തത്. ഏറ്റവും നല്ല വക്കീൽ അല്ലാഹുവാ. എത്ര രസകരമാണ് നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് നമുക്ക് ദുരവസ്ഥ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിശദീകരിക്കണമെന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇത് പറഞ്ഞ ഒരു രംഗമുണ്ട്. ഇതേ വാക്ക്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ജനങ്ങൾ ഒരുമിച്ച് കൂടി, എല്ലാവരും മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞ ഒരു കൊല്ലം. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, മുശ്രിക്കുകൾ, ജൂതന്മാര്, ക്രിസ്ത്യാനികൾ, മുനാഫിക്കുകൾ, എല്ലാവരും തിരിഞ്ഞു. അപ്പോഴോ എന്നിട്ട് പറഞ്ഞു, ഫഖ്ശൗഹും, നിങ്ങൾ പേടിക്കണം, ഭയങ്കര സഖ്യസേന വരാൻ പോണത്, പേടിച്ചോ. അപ്പൊ എന്താ ഉണ്ടായത്? ഫസാദഹും ഈമാന. ഏതായിരിക്കും ആ ഈമാൻ? നമ്മൾ ഈ പറഞ്ഞ വിശ്വാസമാണോ? അല്ല സഹോദരന്മാരെ, അത് വേറൊരു സാധനമാണ്. അതൊരു നിർഭയത്വ ബോധമാണ്. ഞാൻ കുലുങ്ങേണ്ടവനല്ല എന്ന നിർഭയത്വ ബോധം അള്ളാഹുവിനെ അറിഞ്ഞാൽ കിട്ടുന്നതാ. എന്നിട്ട് വഖാലൂ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. പട്ടാളുണ്ടോ? പോലീസ് ഉണ്ടോ? എക്സിക്യൂട്ടീവ് ഉണ്ടോ? ജുഡീഷ്യറി ഉണ്ടോ? പാർലമെന്റ് ഉണ്ടോ? കോടതിയുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രങ്ങൾ സഹായിക്കുമെന്ന ചിന്തയുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ആരുണ്ട്? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. അതാണ് വിഷയം. അവിടേക്കാണ് എത്തേണ്ടത്. ഇതാണ് പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കഥയായി ഇതൊന്നും പഠിച്ചു പോയാൽ പോരാ സഹോദരന്മാരെ. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന തിയറിയാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. ഇതൊന്നും ചരിത്രമല്ല. നൂഹ് നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തെയും വിശ്വസിച്ചവരെയും ഫറോവയും കൂട്ടരും ചെണ്ട കൊട്ടി നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുക, ഓടിച്ചുവിടുക. ഓടി, എല്ലാവരും കൂടി ഓടിയെത്തിയത് ചെങ്കടലിന്റെ തീരത്താ. പോകാൻ വേറെ വഴിയില്ല. നിങ്ങൾ ആലോചിച്ചു. പിന്നിൽ കടുപ്പമുള്ള ഫറോവയുടെ സൈന്യമാണ്, മുമ്പിലാണെങ്കിൽ ചെങ്കടൽ. സ്വാഭാവികമായും മൂസാ നബിയുടെ കൂട്ടത്തിലുള്ള മൂസാ നബി അല്ലാത്ത എല്ലാവരും പറഞ്ഞു, എന്ത്? ഇന്നാലെ മുദ്റക്കും. ഞാൻ നിങ്ങളൊക്കെ പറയാൻ സാധ്യതയുള്ള വാക്കാണ്. നമ്മൾ ചോദിക്കുമല്ലോ, എന്താ വഴി? ഒരു വഴിയില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. കപ്പലുണ്ടോ?
ബോട്ടുണ്ടോ, തോണിയുണ്ടോ? ഒന്നുമില്ല. പിന്നിലോ ഉറപ്പാ ഇവര് ഞങ്ങളെ പിടികൂടും. ഇന്നാലെ മുതറക്കൂൻ. നിങ്ങൾ ചിന്തിച്ചോ, മൂസാ അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്ക്. നമ്മൾ പറയാറില്ലേ ആ വാക്ക്? ഞാൻ ചോദിക്കണത്, ആ ഒരു തിയറി നമ്മുടെ ജീവിതത്തിൽ വരുമോ? അതാണ് അള്ളാഹുവിനെ അറിഞ്ഞാൽ കിട്ടും. അങ്ങനെ സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മളെ പിടിക്കേ, നമ്മളെ നശിപ്പിക്കേ. ആര് പിടിക്കാൻ, ആര് നശിപ്പിക്കാൻ, ആര് തകർക്കാൻ? ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അതാണ് ഹഖുൽ യഖീൻ. മനസ്സിലാവുണ്ടാവും കരുതുന്നു. ഇന്ന മഅയ റബ്ബീ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. അങ്ങനെ ആ റബ്ബിനെ അറിയേണ്ടത്. എന്റെ കൂടെ ഒരു റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. എന്താ സംഭവിച്ചത്? സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞങ്ങൾ ആലോചിച്ചു. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കൂലേ? എന്താണോ മൂസാ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കൂലേ? സംഭവിക്കണ്ടേ? സംഭവിക്കും. എത്ര എത്ര രസകരമായ സംഭവമാണ്. അങ്ങനെ ഒരു സംഗതി ഊഹിക്കാൻ പറ്റുമോ, ആലോചിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ സഹായം എത്ര മനോഹരമായ വന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് അള്ളാഹുവിനെ അങ്ങനെയാണ് അറിയേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് നോക്കും. നമ്മൾ പതറുന്നുണ്ടോ, നമ്മൾ പേടിക്കുന്നുണ്ടോ, ബേജാറ് വരുന്നുണ്ടോ, വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഡോക്ടർമാരാണ് മടക്കിന്ന് വെക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ഇല്ലട്ടോ ഒരു രക്ഷയില്ല, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കോഴി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ കൊണ്ടുപോല്? നിങ്ങൾ ആലോചിച്ചൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോവുക? പോണ വഴിയിലൊക്കെ നമ്മൾ തരിയും. പല ശൈത്താന്മാരും നമ്മളെ വിളിക്കും, ഹലോ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്. അതാരായാലും നമുക്ക് പ്രശ്നമല്ല, അതാ രസം. അത് ഏത് ജ്യോത്സ്യനായാലും, ഏത് സ്വാമിയായാലും, ഏത് ബീബി ആയാലും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ കൊണ്ടുപോകും. നമ്മൾ അവിടെ മൂസാ നബി ആകണ്ടേ? നമുക്ക് പറയാൻ കഴിയണ്ടേ, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അതാണ് റബ്ബിനെ കുറിച്ചുള്ള ബോധം. നിങ്ങൾ ആലോചിക്കും, ആ ബോധം നമുക്ക് നഷ്ടപ്പെട്ടാൽ സഹോദരന്മാരെ നമ്മൾ ദുർബലമാകും, നമ്മൾ നശിച്ചു പോകും. ആ ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ച മൂസാ അലൈഹിസ്സലാമിനെ രക്ഷിച്ചതുപോലെ, മൂസാ നബിയുടെ ശത്രുവായ ഫറോവയെ നശിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളെ രക്ഷിക്കും, മുസ്ലിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കും. ഒരു സംശയവും വേണ്ട. ആ സംശയമായിട്ടാണ് നിങ്ങളൊന്ന് ഇനിയും നടക്കുന്നതെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമുക്കില്ല എന്നാണ്. നമുക്ക് അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുണ്ടായ ഹഖുൽ യഖീന്റെ ഒരു രൂപം നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. ഇത് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. നാട്ടുകാരെ ഒഴിവാക്കി, ബഹിഷ്കരിച്ച് പുറത്താക്കി. നട്ടപ്പാതിരക്കാരും കാണാതെ ഒളിച്ചോടുകയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായി അബൂബക്കർ സിദ്ദീഖും. എന്നിട്ട് സൗർ എന്ന ഗുഹയിൽ പോയി ഒളിക്കുകയാണ്. ആ ഗുഹയുടെ സമീപത്ത് കൂടി മുഹമ്മദ് നബിയുടെ തലക്ക് ഇനാം പ്രഖ്യാപിച്ച് ആ ഇനാം കിട്ടാനുള്ള ആർത്തിയോടുകൂടി ശത്രുക്കൾ പാഞ്ഞെടുത്തു വരുന്നു. ഓരോരുത്തരുടെയും കാലിങ്ങനെ കാണുകയാണ് അബൂബക്കർ സിദ്ദീഖ്. പേര് പറയുന്നുണ്ട് കാല് കാണുമ്പോൾ, ഇന്നാളാണ് ഇന്നാളാണ് ഇന്നാളാണ്. നിങ്ങൾ ആലോചിച്ചു എന്തായിരിക്കും ആ രംഗം? നമ്മളൊക്കെ എന്ത് പേടിയാ കൂട്ടരെ പേടിച്ച് എന്തെങ്കിലും ഉണ്ടായോ? അവിടെയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് യഖൂലു ലി സാഹിബിഹി. ആരാണ് ഇത് യഖൂലു? ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് കിട്ടിയ ഹഖുൽ യഖീന നമ്മൾ കാണേണ്ടത്. ഇത് യഖൂലു ലി സാഹിബിഹി. പേടിച്ച് വിറച്ച് ആളുകളുടെ കാൽപാദങ്ങൾ കണ്ട് ഇന്നവനാണ് ഇന്നവനാണ് ഇന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ തോളിൽ തട്ടി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പറ്റോ നമുക്ക് പറയാൻ? പറ്റോ?
നമുക്ക് സാധിക്കണ്ടേ? നമ്മുടെ കുടുംബത്തിലെങ്കിലും ഇതൊരു പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന ഇണയോട് നമുക്ക് പറയാൻ കഴിയണ്ടേ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ കഴിയണ്ടേ? ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാർക്ക് കഴിയണ്ടേ? പ്രതിസന്ധികളുടെ കഥ, പ്രയാസങ്ങളുടെ കഥ തന്റെ ഭർത്താവ് വീട്ടിൽ വന്ന് പറയുമ്പോ പറയാൻ കഴിയണ്ടേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അത് പറയണമെങ്കിൽ ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ ഫഅൻസലല്ലാഹു സകീനതഹു. അള്ളാഹു നൽകുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്? സകീനത്ത്. മനുഷ്യന്മാർക്ക് വാങ്ങാൻ കിട്ടൂല. ഒരു സൂപ്പർ മാർക്കറ്റിലും ഒരു ഹൈപ്പർ മാർക്കറ്റിലും കിട്ടൂല. ഇത് അള്ളാഹ് ഇറക്കിത്തരണം. അത് ഇറക്കിത്തരും എപ്പോ? അതിനുള്ള ക്വാളിറ്റി നിങ്ങളുടെ ഹൃദയത്തിനുണ്ടോ? അതൊരു പ്രത്യേക ഡിവൈസാ സകീനത്ത് എന്ന് പറഞ്ഞു. അത് ഇറങ്ങി ഇവിടെ കൽബിലേക്കാണ്. ആ കൽബ്, അത് ഉൾക്കൊള്ളാനുള്ള സകീനത്ത് ഉൾക്കൊള്ളാനുള്ള ക്വാളിറ്റി ആ കൽബിനുണ്ടോ എന്ന് റബ്ബ് പരീക്ഷിച്ചതാ, വിറപ്പിച്ചതാ. അത്രേ ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് സഹോദരന്മാരെ നമുക്ക് എത്താൻ സാധിക്കേണ്ടത്. അതൊരു വല്ലാത്ത രുചിയാണ് സഹോദരന്മാരെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിമനോഹരമായ വാക്കല്ലേ പറഞ്ഞത്? നമ്മളൊക്കെ പറയണ്ടേ ആ വാക്ക്? അതിന് പകരം നമ്മൾ പേടിപ്പിക്കുക. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മഹാനായ നബിതങ്ങൾ അദ്ദേഹത്തിന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ കഅബയുടെ ചുമര് ചാരി വെയിലില്ലാത്ത ഒരു സ്ഥലത്ത് ചാരിയിരിക്കുകയാണ്, വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. സഹീഹുൽ ബുഖാരി ഈ ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് ഖബ്ബാബ് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ കാണുന്നില്ല ഈ കാഴ്ച? കൊന്നൊടുക്കുകയാണ്. കാണുന്നില്ലേ കാഴ്ച? ഉദ്ഉല്ലാഹ ലനാ, ഒന്ന് ദുആ ചെയ്യ് റസൂലെ ഞങ്ങൾക്ക് വേണ്ടി. അലാ തസ്തൻസിറുല്ലാഹ ലനാ, റസൂലെ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് സഹായം തരാൻ നിങ്ങൾ പറയുന്നില്ലേ റസൂലെ? ഇത് കേട്ടപ്പോ നബിയുടെ മുഖം വിവർണമായി, ചുവന്നു തൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് കാന യുഅ്താ ബിർറജുലി ഖബ്ലകും. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് മുമ്പുള്ള ഒരു സമൂഹത്തിന്റെ കഥ എന്തായിരുന്നു എന്ന്? അവരിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവരും. എന്ത് പറഞ്ഞാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു മനുഷ്യനെ കൊണ്ടുവരും. എന്നിട്ട് ഫയുഹ്ഫറു ലഹു ഫിൽ അർദ്, ഭൂമിയിൽ ഒരു വലിയ കുഴി ഉണ്ടാക്കും. എന്നിട്ട് ആ കുഴിയുടെ വെലങ്ങനെ ഇവനെ കടത്തും. എന്നിട്ട് വയൂദഉൽ മിൻശാറു ഫീ മഫ്രിഖി റഅസിഹി, അവന്റെ തലഭാഗത്ത് നിന്ന് നീളത്തിൽ ഒരു ഈർച്ചവാള് കൊണ്ട് ഈർന്നുകൊണ്ടിരിക്കും. ഫയശഖു നിസ്ഫൈൻ, എന്നിട്ട് ജീവനോടെയുള്ള ഈ മനുഷ്യനെ രണ്ടായി പകുക്കും. വയുംശതു ബിഅംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പുകൾ ഉണ്ടാക്കി ഇവന്റെ ശരീരത്തിൽ ഈർന്നുകൊണ്ടിരിക്കും. മാദൂനൽ അളമി വല്ലഹം, എന്നിട്ട് മാംസവും ഇറച്ചിയും വേറെയാക്കും, എല്ലും വേറെയാക്കും. നബി പറയാ, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ കേട്ടു. എന്നിട്ട് നബി ഒരു വാചകം പറഞ്ഞു, ഫമാ യസുദ്ദഹു അൻ ദീനില്ലാഹ്. ഇതൊന്നും പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവരെ തെറ്റിക്കാൻ സാധിച്ചിട്ടില്ല. എന്താ കാര്യം? അതാണ് കൂട്ടരെ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാലുള്ള ശക്തി. തെറ്റിക്കാൻ കഴിയില്ല. ഏത് കഥ പറഞ്ഞാലും, ഏത് തരത്തിലുള്ള കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയാലും ശരി, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്, അള്ളാഹുവാണ് സത്യം. ലയതിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ ദീനിനെ അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും, ഇതിനെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും.
ഹത്താ ലയസീറ الراكب من صنعاء الى حضرموت. സൻആയിൽ നിന്ന് ഹദർമൗത്ത് വരെ ഒരു യാത്രക്കാരന് പോകാൻ സാധിക്കും. വലാ യഖാഫു, അവനൊട്ടും ഭയപ്പെടേണ്ടി വരികയില്ല. എന്തല്ലാതെ? ഇല്ലല്ലാഹ്. ഒന്ന്. രണ്ട്, വദ്ദിബു അലാ ഗനമിഹി. നിങ്ങൾ ആലോചിച്ചു, അവന്റെ ആടിനെ ചെന്നായ പിടിക്കൂ എന്നുള്ള പേടി, അതല്ലാതെ ഒരു പേടിയുമില്ലാത്ത ഒരവസ്ഥ മുസ്ലിം ഉമ്മത്തിന് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങോട്ടാണ് ഉമ്മത്ത് എത്തേണ്ടത് എന്നർത്ഥം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ അതിലേക്ക് എത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ്. അമ്പിയാക്കന്മാരല്ല, അല്ല, സാധാരണ മനുഷ്യന്മാരും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മൂസാ അലൈഹിസ്സലാമിനോട് മത്സരിക്കാൻ വേണ്ടി വന്ന സാഹിറുകളുടെ കഥ അല്ലേ? മൂസാ നബിയോട് മത്സരിക്കാൻ വന്ന സാഹിറുകൾ ആരായിരുന്നു? അവർ ഖുർആൻ ക്ലാസ് കേട്ടവരാ? ഇതുപോലെ വല്ല പരിപാടികളിലും പങ്കെടുത്ത് അള്ളാഹിനെ മനസ്സിലാക്കിയവരാ? അള്ളാഹുവിനെ അറിയാന്ന് പറഞ്ഞാൽ എന്താ? അത് തിയറി വെച്ച് പഠിച്ച് അറിയലല്ല. എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂസാ അലൈഹിസ്സലാമിനെ തറ പറ്റിക്കാമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വന്ന സാഹിറുകളാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് പ്രവർത്തിച്ചപ്പോ സാഹിറുകളുടെ ഉള്ളിലേക്ക് ബോധ്യം വന്നു. അവർ ഉച്ചൈസ്തനം പറഞ്ഞു, ആമന്നാ ബിറബ്ബി മൂസ, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, റബ്ബി മൂസ വഹാറൂൻ. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടായിട്ടില്ല, ആരും പ്രവർത്തിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അള്ളാഹു പ്രവർത്തിച്ചു. ആരാ പറഞ്ഞു കൊടുത്ത? അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു? ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരുറക്കെ പറഞ്ഞു, ഞങ്ങൾ റബ്ബുൽ ആലമീനിൽ വിശ്വസിച്ചു. കാരണം ബോധ്യമാണ് വിഷയം. ബോധ്യം വന്നുപോയി. അള്ളാഹുവിനെ അറിഞ്ഞാൽ ആ ബോധ്യത്തിലേക്ക് നമ്മളെത്തും, ഒരു സംശയവും വേണ്ട. ഇനി അവിടെ ഒന്നും അവസാനിക്കില്ല. നിങ്ങൾ കണ്ടില്ലേ, ഫറോവ് അവിടെ വെച്ച് അവരെ വെല്ലുവിളിച്ചു. ആഹാ, ഞാൻ പറയാതെ നിങ്ങൾ വിശ്വസിച്ചു അല്ലേ? നിങ്ങളെ ഞാൻ കാലും കയ്യും എതിരായി വിച്ഛേദിച്ച് കുരിശിൽ തറച്ച് കൊല്ലും. എന്നിട്ടോ എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ചു. അവര് പതറിയോ? അവര് പേടിച്ചോ? അവര് പേടിച്ചില്ലല്ലോ. ഫറോവ് അത്ര ഭീകരനാ. പക്ഷെ അവര് പേടിച്ചില്ലെന്ന് മാത്രമല്ല, അവരൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയിൽ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ലാ ദൈറ. എന്നകാര്യം എന്താ അർത്ഥം? ഞങ്ങൾക്കൊരു പുല്ല് വിലയില്ല എന്നാണ്. നീ ഞങ്ങളെ കൊന്നോ, നശിപ്പിച്ചോ? ലാ ദൈറ. എന്താണ് ആ പദം? നിങ്ങൾ ആലോചിച്ചു. അവരുടെ സംസാരത്തിൽ വന്ന മറ്റൊരു പദമാണ്, ഫറോവയുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, എടോ ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, നീ ഇവിടെയല്ലേ നിന്റെ വിധി നടപ്പാക്കൂ, ദുനിയാവിലെ വേറെ എവിടെയെങ്കിലും നടപ്പാക്കൂ? നിങ്ങൾ ആലോചിച്ചു. ആ രൂപത്തിലേക്കൊരു ബോധ്യം എങ്ങനെയാണ് വരുന്നത്? അവിടെ പഠനം നടന്നിട്ടില്ല, ക്ലാസ്സുകൾ ഉണ്ടായിട്ടില്ല. അത് അള്ളാഹുവിന്റെ സമ്മാനമാണ്. അത് നമ്മൾ അറിയണം. നമ്മുടെ ഹൃദയം ശുദ്ധമായാൽ, പരിശുദ്ധമായാൽ അള്ളാഹു ഈ സമ്മാനം നൽകും. അള്ളാഹുവിന് നമുക്ക് അറിയിച്ചു തന്നു എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അതാണ് സത്യത്തിലുള്ളത്. കാണിച്ചു തരും. അതൊരു വല്ലാത്ത സംഭവമാണ്. നിങ്ങൾക്കറിയില്ലേ, എൻ്റെ സഹോദരിമാർ കേട്ടിട്ടില്ലേ ഹാജർ റളിയല്ലാഹു അൻഹയുടെ കഥ അല്ലേ? മക്കയിൽ ഉപേക്ഷിച്ചു പോയ ഇബ്രാഹിം അലൈഹിസ്സലാം ആ പിഞ്ചു കുഞ്ഞിനെയും ഈ മാതാവിനെയും കൂടി മക്കയിൽ ഉപേക്ഷിച്ചു പോയി. നിങ്ങൾ ആലോചിച്ചു. അമ്മിഞ്ഞ പാല് പറ്റി, വെള്ളം പറ്റി, ആകെ വറ്റി വരണ്ടു. എന്താ അവസ്ഥ? നിങ്ങൾ ആലോചിച്ചു. ആരാ ഉള്ളത് രക്ഷിക്കാൻ? ആര് തരും വെള്ളം? ആര് തരും? നിങ്ങൾ ആലോചിക്കണം ആ അവസ്ഥ എന്താണ് എന്ന്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ഓടി നടക്കുക. ഓടുന്നതിനിടയിൽ
ജിബ്രീൽ എന്ന മലക്ക് വരുന്നുണ്ട് ഹാജറിന്റെ അടുത്ത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മൻ അൻതി, ഏതായി പെണ്ണ് ഇവിടെ ഒറ്റക്ക്, ആരാ നീ എന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര. ഹാജർ ബീവി പറയുന്നുണ്ട്, ഞാൻ ആരാന്നോ, അന ഉമ്മു വലദി ഇബ്രാഹിം. ഉമ്മു വലദി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയാണ് ഞാൻ. ഭയങ്കര അല്ലേ വാക്ക്? ഇബ്രാഹിം നബിയിലേക്ക് ചേർത്താ പറഞ്ഞത്. ഞാൻ ചില്ലറക്കാരിയല്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മനുഷ്യന്റെ മകനെ പ്രസവിച്ചവനാണ് ഞാൻ എന്നർത്ഥം. ജിബ്രീൽ ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം. എന്നിട്ട് നിങ്ങൾ അവിടെ വിട്ടുപോയതാണ് ഇബ്രാഹിം? അതെ. ചോദ്യം ഭയങ്കര രസ. ഇലാ മൻ വക്കലകുമാ, നിങ്ങളെ രണ്ടാളെ ആരെ ഏൽപ്പിച്ചാ പോയത്? ഓഹോ, എന്താ മറുപടി? ആരെ ഏൽപ്പിച്ചാ പോയത്? എന്റെ സഹോദരിമാർ കേൾക്കണം. ഇന്നൊക്കെ ഇങ്ങനത്തെ വല്ല അവസ്ഥയുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സഹോദരിമാര് മറുപടി പറയും? ഇലാ മൻ വക്കലകുമാ. ഹാജർ ഉച്ചൈസ്തരം പറഞ്ഞു, ഇലല്ലാ, ഇലല്ലാ. അതാണ് ബോധ്യം. അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോയതാ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോയതാ. വല്ലാത്ത വാക്കല്ലേ? ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി ഉണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഖുർആൻ ആ വാക്ക് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹുവിന്റെ റസൂല് പലപ്പോഴും സഹാബത്തിനെ കേൾപ്പിച്ച ഒരു വാക്കാണത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. തന്റെ അടിമക്ക് അള്ളാഹു മാത്രം പോരെ? പോരെ? അള്ളാഹു തരൂലേ? അള്ളാഹു റസ്സാഖല്ലേ? തരൂലേ? അള്ളാഹു ശിഫയാക്കൂലേ? അള്ളാഹു പ്രതിസന്ധികൾ തീർക്കൂലേ? അല്ലാതെ ആരാ തീർക്കുക? ആരെങ്കിലും ഉണ്ടോ? എത്ര ചരിത്രം! ഞാൻ പറഞ്ഞത് പ്രവാചകന്മാർ മാത്രമല്ല, അതിനാണ് ഞാൻ പറഞ്ഞത്. ഫറോവന്റെ സാഹിറുകളുടെ കഥ പറഞ്ഞത് അതിനാണ്. ആ സെക്കൻഡിൽ മുസ്ലിമായവരുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമാണത് നമ്മൾ മനസ്സിലാക്കണം. ഓർമ്മയില്ലേ മൂസാ നബിയുടെ ഉമ്മയെ? മൂസാ നബിയെ പ്രസവിച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധി നിങ്ങൾക്കറിയാലോ. കൊല്ലുന്ന ഉറപ്പാ. കാരണം ആൺകുട്ടികളെ മുഴുവൻ മൂപ്പര് കൊല്ലണ സമയം. പേടിച്ചാണ് മൂസാ നബിയുടെ ഉമ്മ നിൽക്കുന്നത്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ബോധനം കിട്ടുന്നത്. ഭയങ്കര പേടിയുണ്ടെങ്കിൽ ആ പുഴയിൽ കൊണ്ടുപോയി ഇടാനാ പറഞ്ഞത്. ഒരു പെട്ടിയിലാക്കി താബൂത്തിലാക്കി അതിൽ കൊണ്ടുപോയി ഇട്ടു. ആർക്കാ കിട്ടിയേ? ആര് കൊല്ലും എന്ന് പ്രതീക്ഷിക്കുന്നുവോ അയാൾക്ക് കിട്ടി. അയാളുടെ പ്രിയപ്പെട്ട പ്രിയതമ പറയുന്നുണ്ട്. ഖുർആൻ ആ വാക്ക് ഇങ്ങനെ പറയുന്നത് ഭയങ്കര രസമുള്ള വാക്കാ. വഖാലത്ത് ഇംറഅതു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ പറഞ്ഞു, ഖുർറത്തു ഐനുൻ ലീ വലക്. എന്ത് നല്ല കുട്ടിയിലെ, നമുക്ക് രണ്ടാക്കും ഒരു കൺകുളിർമയായിരിക്കും ഇത്. ആ വാക്കാലോചിച്ചു. അല്ലാഹു തആല ആരെടുത്തേക്കാ കൊണ്ടുപോയത്? തീർന്നില്ല. ലാ തഖ്തുലൂ, ഇതിനെ കൊല്ലണ്ട കേട്ടോ. ഫിറോവിന്റെ ഭാര്യയുടെ വാക്ക സ്വീകരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അസാ അൻ യൻഫഉനാ, ചിലപ്പോ നമുക്ക് ഇതുകൊണ്ട് വല്ല ഉപകാരമൊക്കെ ഉണ്ടാവും. കൊല്ലണ്ട. ആരാ പറയിപ്പിച്ചത്? ഔ നത്തഖിദഹു വലദാ, അല്ലെങ്കിൽ നമുക്ക് മക്കളില്ലല്ലോ, നമുക്കൊരു കുട്ടിയായിക്കോട്ടെ. അള്ളാഹ് അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്, വഹും ലാ യശ്ഉറൂൻ. അവരറിയാതെ പറഞ്ഞതാ. പറയിപ്പിച്ചതാരാ? അതാണല്ലോ, അതാണല്ലോ. അതാ സഹോദരന്മാരെ അള്ളാഹു. ആ ഒരു ബോധ്യമാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. എന്നിട്ട് എന്താ പിന്നെ സംഭവിക്കുന്നത്? ആരാ പാല് കുട്ടിക്ക് പറ്റണില്ലല്ലോ? ഇല്ല. ആരാ അങ്ങനെ ആക്കി? അല്ലേ? നിങ്ങൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ആദ്യം മനോഹരമായി ആ ചരിത്രം പറഞ്ഞത് ഒരു കഥ കേൾക്കാനല്ല സഹോദരന്മാർ, കഥ കേൾക്കാനല്ല. അല്ല സഹോദരന്മാർ, കഥ കേൾക്കാനല്ല. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്, അവസാനം മൂസാ നബിയുടെ ഉമ്മ വരിക. ആ ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുട്ടി നുകരുകയാണ്. അത് നോക്കിയിരിക്കുന്നുണ്ട് ഫിർഔൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഫിർഔൻ പറയുന്നുണ്ട്, അർളിഇഹി അക്രിമീഹി, കൊടുക്ക്, ഇഞ്ഞും കൊടുക്ക്. ആരാ കുടിപ്പിച്ചത്? ആരാ കുടിപ്പിക്കണത്? അർളിഇഹി അക്രിമീഹി അശ്ബിഈഹി. ഭയങ്കര വാക്ക. വയറ് നിറച്ചു കൊടുക്കുന്നേ, വയറ് നിറച്ചു കൊടുക്ക്. നല്ല കുട്ടിയാ, ഉഷാറാകട്ടെ.
യാ സലാം. ഇതാ കൂട്ടരെ അല്ലാഹ്. ഇതാണ് അല്ലാഹു. ഇതാണ് അല്ലാഹു തആല. നമുക്ക് ബോധ്യം വരണ്ടേ എന്തിനാ നമുക്കിത് പറഞ്ഞു തന്നത്? ഇത് അല്ലാഹു നടത്തും. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. നമ്മളാണ് മാറേണ്ടത്, നമുക്കാണ് മാറ്റമുണ്ടാകേണ്ടത് സഹോദരന്മാരെ. അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിജയിക്കുക. ഒരുപാട് ചരിത്രമുണ്ട്, പറഞ്ഞാൽ തീരാത്ത ചരിത്രമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചരിത്രം. അത് സത്യത്തിൽ നമുക്ക് ഒരു വികാരമായി നമുക്ക് മാറേണ്ടതുണ്ട്. അള്ളാഹു എന്നത് ഒരു വികാരമായി നമുക്ക് മാറണം. എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ചിന്ത ഏത് സമയത്തും ഉള്ളിൽ പച്ച പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം വിജയിക്കുന്നത് സഹോദരന്മാരെ. അവിടെയാണ് വിജയിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ അള്ളാഹിനെ നമ്മൾ വിട്ടാൽ സമയമില്ലേ? ആരാണ് നമ്മൾ കൂടെ ഉണ്ടാകുക? ഈ അള്ളാഹുവിനെ നമ്മൾ വിട്ടു എന്ന് വെക്കുക. ഈ രീതിയിലുള്ള ഒരു സംവിധാനം ആരൊരുക്കും? പച്ചയായല്ലേ അള്ളാഹ് ചോദിക്കുന്നത്? അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ വയക്ഷിഫു സ്സൂ. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ. കുടുങ്ങിയവൻ, ഞെരുങ്ങിയവൻ ദുആ ചെയ്താൽ ഉത്തരം നൽകാൻ വേറെ ആരാ ഉള്ളത്? ആരുണ്ടോ? ജീവിതത്തിൽ വന്ന ആപത്തുകൾക്ക് മോചനം നൽകാൻ ആരാണുള്ളത്? നാവുകൊണ്ടല്ല കേട്ടോ പറയണ്ടേ. നാവുകൊണ്ട് നമ്മൾ പറയും, നമുക്ക് ഹൃദയം കൊണ്ട് പറയാൻ സാധിക്കില്ല. ആരുമില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്, പ്രവാചകന്മാരുടെ ചരിത്രം അതാണ്. അതിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത്. ആ ഒരു ഈമാനാണ് നമുക്കുണ്ടാകേണ്ടത്. സ്വർഗത്തിൽ പോകാൻ കിട്ടേണ്ടത് ഈ ബോധ്യമാണ്. സ്വർഗം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മക്കെന്താ? മൂഖിനൻ ഫീ ഖൽബിഹി, മൂഖിനൻ ഫീ ഖൽബിഹി ദഖലൽ ജന്ന. അപ്പൊ ശരിക്കൊരു കാര്യം മനസ്സിലായല്ലോ. എന്താ? മരണം ആസന്നമായ സമയത്ത് നമ്മളെ കുടുംബക്കാരൊക്കെ പാടെ നിന്ന് നമുക്ക് എന്ത് ചൊല്ലിത്തരും? എന്തുറക്കേ ചെല്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ആ സമയത്തും ഒക്കെ ചെല്ലും. പക്ഷെ കിട്ടുമോ? തൗഫീഖ് കിട്ടുമോ ചൊല്ലാൻ? തൗഫീഖ് കിട്ടണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഖൽബിൽ യഖീനോട് കൂടി. അതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂഖിനൻ ഫീ ഖൽബിഹി. ഖൽബിൽ യഖീനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന. ഒരു സംശയം വേണ്ട, സ്വർഗത്തിലും എല്ലാം എളുപ്പമാകും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറബികളും അജമികളും നിങ്ങൾക്ക് കീഴടങ്ങും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേവലം രാഷ്ട്രീയ കീഴടങ്ങലല്ലാതെ അല്ല, അത് ഈ രീതിയിലുള്ള ഒരു കീഴടങ്ങലാണ്. അല്ലാഹു വഹുവൽ ഖാഹിറു ഫൗക ഇബാദി. അതാണ് അല്ലാഹു അൽ ഖാഹിറു ഫൗക ഇബാദി. അല്ലാഹു തന്റെ അടിമകളുടെ മുകളിൽ അല്ലങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കണത് എങ്ങോട്ടാ വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക്. നമുക്ക് യഖീനുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് സഹോദരന്മാർ. അതല്ലേ നമുക്ക് നോക്കും, നമ്മൾ അതിലേക്ക് എത്തണം. നമ്മൾ ഒരു സാധനത്തിലും അള്ളാഹു അല്ലാത്ത ഒന്നിലും നമ്മൾ തവക്കുൽ ചെയ്തു പോകരുത്. വഹും അലാ റബ്ബിഹിം യതവക്കലൂൻ. വഹും അലാ റബ്ബിഹിം യതവക്കലൂൻ. ഒന്നിലും എല്ലാവരും മനസ്സിലാക്കിക്കോ, ഒന്നിലും അള്ളാഹു നിശ്ചയിച്ച ഒരു സബബുകളിലേക്കും നമ്മുടെ തവക്കുൽ പോകരുത്. അതൊക്കെ സബബുകൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രമാണ്. ബലമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രം. ആ കാരണങ്ങൾ പോലും പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണ്ടേ? ഇല്ലാതെ പ്രവർത്തിക്കുവോ? അതുകൊണ്ടാണല്ലോ ഒരേ രോഗത്തിന് ഒരേ മരുന്ന് കുടിച്ചിട്ടും ചിലർക്ക് സുഖമാണ്, ചിലർക്ക് എന്താണില്ല, സുഖാണില്ല. എന്താ സുഖാത്ത്?
എന്താ മറുപടി? ഒരു മറുപടിയില്ല. വൈദ്യശാസ്ത്രത്തിന് ഒരു മറുപടിയില്ല. നമുക്ക് മറുപടിയുണ്ട്. ശിഫ തരുന്നത് ആരല്ല? മരുന്നല്ല. ശിഫ ഒരു സബബ് മാത്രമാണ്. ശിഫ തരുന്നത് അള്ളാഹുവാണ്. വഹുവ ശാഫി വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. വഇദാ മരിൽതു, മരുന്ന് യശ്ഫീൻ എന്നാ പറഞ്ഞ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അള്ളാഹ് ശിഫ നൽകണത്. ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അവിടേക്ക് എത്തണം. ഷാഫി അള്ളാഹു മാത്രമാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. റസാഖ് അള്ളാഹു മാത്രമാണ്. അള്ളാഹ്ക്കേ തരാൻ കഴിയൂ സഹോദരന്മാരെ, വേറെ ആർക്കും തരാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യം, ആ ഒരു അറിവ്, അത് മാത്രമേ നമ്മളെ നന്നാക്കൂ. അത് മാത്രമേ നമ്മളെ വിമലീകരിക്കൂ. അതിലേക്കെത്തണം. വിശേഷിച്ചും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില പ്രത്യേക സമയങ്ങളുണ്ട്. അള്ളാഹുവിനെ ബോധ്യം വരുത്തുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹു തആല യൻസിലു ഇല സമാഇ ദുനിയ ഹീന യബ്ഖ സുലുസുൽ ലൈൽ. രാത്രിയുടെ അവസാനത്തെ മൂന്ന് ഭാഗത്തിൽ അവസാനത്തെ ഭാഗം അവശേഷിക്കുമ്പോൾ അള്ളാഹു ഇറങ്ങി വരിക. അതിന് വല്ലാത്ത സമയമാണ്. നിങ്ങളൊന്ന് നോക്കിയില്ല, ആ സമയം അനുഭവപ്പെടും. അള്ളാഹുവിനെ ശരിക്കും അനുഭവപ്പെടും. അള്ളാഹു നമ്മുടെ കൂടെയുള്ളത് അനുഭവപ്പെടും. ആ അനുഭവമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്. ബോധ്യപ്പെടണം, അനുഭവപ്പെടണം. സുജൂദ് കിടക്കുമ്പോഴേ ആ സമയത്ത് സുജൂദ് കിടക്കുമ്പോൾ അള്ളാഹു നമ്മോട് മറുപടി പറയുന്നത് നമ്മൾ കേൾക്കും. അതാണ് ഫാത്തിഹ ഓതേണ്ട മാതിരി ഓതിയാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതല്ലേ മറുപടി. അള്ളാഹ് പറയുന്ന നമ്മൾ കേട്ടോ? ഇതുവരെ കേൾക്കണ്ടേ? നമുക്കത് കേൾക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അത്തരം ഒരു ബോധ്യം നമുക്കുണ്ടാകണം. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു. അതെന്താ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് യഖീനാണ്. യഖീൻ ഉണ്ടാകണം. ആ യഖീന്റെ 3 രീതികൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇൽമ് പോരാ, എല്ലാവർക്കും കിട്ടും ഇൽമ് പോരാ. ഐനുൽ യഖീൻ വേണം. അതിന്റെ കൂടെ ഹഖുൽ യഖീൻ ഉണ്ടാകണം. ഹഖുൽ യഖീൻ ഉണ്ടായാൽ മൂസാ അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചതുപോലെ നമ്മൾ രക്ഷിക്കും. രക്ഷിക്കുക മാത്രമല്ല, അതിന്റെ ആ സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോ ചെയ്തത്? ആ വാക്ക് പറയാൻ മൂസാ അലൈഹിസ്സലാമിന് അള്ളാഹു തൗഫീഖ് നൽകിയില്ലേ? അള്ളാഹ് നമുക്കും തരും തൗഫീഖ്. ആ വാക്ക് പറയാൻ കല്ല ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. പ്രതിസന്ധികളുടെ മുമ്പിൽ ആ വാക്ക് പറയാൻ, ആരുടെ മുമ്പിലും അമാന്തിച്ചു നിൽക്കാതെ ആ വാക്ക് പറയാൻ അള്ളാഹു നമ്മളെ തോന്നിപ്പിക്കും. അപ്പൊ അള്ളാഹു രക്ഷിക്കും. ഇതാ, അള്ളാഹിനെ നമ്മൾ വിട്ടാൽ ഒരു രക്ഷയില്ല. അത് നിങ്ങൾ എന്ത് കഥ പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ വിട്ടാൽ അള്ളാഹുവിന്റെ വാക്കെന്താ? ആകാശത്തുനിന്ന് വീണ മാതിരി. എവിടെ വീണാന്ന് പറയാൻ കഴിയില്ല, ആരെ കൊണ്ടുപോകുക എന്ന് പറയാൻ കഴിയില്ല. അതല്ലേ ഇപ്പൊ നമ്മൾ കാണണ്ട് അല്ലേ? അള്ളാഹിനെ വിട്ടപ്പോ ആരെയാണ് പിടിക്കേണ്ടതെന്ന് അറിയുന്നില്ല, എവിടെയാണ് വീണതെന്ന് അറിയുന്നില്ല, എന്താ സംഭവിക്കുക എന്ന് അറിയുന്നില്ല. ഈ ഒരു ദുര്യോഗം നമുക്ക് വരരുത് സഹോദരന്മാർ. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുവഹിദുകൾ ശ്രദ്ധിക്കണം. തൗഹീദ് എന്ന് പറയുന്ന ആളുകളെയാണ് ശൈത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുക. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഈമാനിനെയാണ് ഏറ്റവും കൂടുതൽ ശൈത്താൻ പ്രയാസപ്പെടുത്തുക. മറ്റോടത്ത് ഡ്യൂട്ടി ഇല്ലാന്ന് ശൈത്താനെ. മറ്റോടത്ത് ഡ്യൂട്ടി ഇല്ല ശൈത്താനുണ്ടോ? അതതിലേക്ക് പോയി കഴിഞ്ഞു. അള്ളാഹ് പറഞ്ഞ മാതിരി വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. ഇവരിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് മുശ്രിക്കായിക്കൊണ്ടാ. അവിടെ എന്താ ഡ്യൂട്ടി അഞ്ഞുള്ളത്? കയ്യില് ഇപ്പുറത്താ ഡ്യൂട്ടി ഉള്ളത്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോ? നല്ലോണം മൂർച്ച കൂട്ടണം നമ്മുടെ തൗഹീദിനെ. മൂർച്ച കൂട്ടേണ്ടത് ഈ ഒരു വികാരത്തോടു കൂടിയായിരിക്കണം, ഈ ഒരു വിചാരത്തോടു കൂടിയാകണം. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയാകണം. മിഫ്താഹുൽ ജന്നയാകണം. മിഫ്താഹുൽ ജന്ന. ഈ മിഫ്താഹിന് നിങ്ങൾക്കറിയാലോ, ഈ താക്കോലിന് കുറെ എന്തായാലും പറയാ
പല്ലുകൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ? ഒരു ഇരുമ്പിന്റെ കഷ്ണിട്ട് തുറക്കുവോ? ഇല്ല. ആ പല്ല് ക്ലിയർ ആകണം. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കുറെ പല്ലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഇരുമ്പിന്റെ കഷ്ണം പോലെയാണ്. അതിന് പല്ലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അപ്പോഴേ തുറക്കും, അപ്പോഴേ സ്വർഗം തുറക്കും, അപ്പോഴേ നമ്മൾ നന്നാവും. അള്ളാഹു തആല സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുവഹിദുകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ ഈ പള്ളിയിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞതാണ് ഇത്രയും സമയം. അള്ളാഹുവേ, നീ അത് കേട്ടു. നിന്റെ മലക്കുകൾ നിനക്ക് റിപ്പോർട്ട് ചെയ്തു. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ. ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണമേ. പൂർണ്ണമായ മുവഹിദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞ ചരിത്രത്തിലൊക്കെ അള്ളാഹുവേ, നീ പ്രതിസന്ധികളിൽ നിന്റെ പ്രവാചകന്മാരെ രക്ഷിച്ചു. നിന്റെ പ്രവാചകന്മാർക്ക് ആശ്വാസം നൽകി, സമാധാനം നൽകി. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി, സ്വർഗം തുറക്കുന്ന താക്കോലുകളായി ഞങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഞങ്ങൾക്ക് നീ മാറ്റി തരണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉന്നതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ദഅവത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പരിശ്രമം അള്ളാഹുവെ നീ വിജയിപ്പിക്കണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെയൊക്കെ ഖൽബിൽ ഒറിജിനൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, നിന്നെക്കുറിച്ച് ബോധ്യപ്പെട്ട് ജീവിക്കുകയും ബോധ്യപ്പെട്ട് തൃപ്തിപ്പെട്ട് നിന്നിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المؤمنين في فلسطين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصرهم نصر عزيز مقتدر يا رب العالمين. اللهم عليك بأعدائك أعداء الدين فإنهم لا يعجزونك يا الله. اللهم عليك بأعدائك أعداء الدين فإنهم لا يعجزونك يا الله. اللهم عليك بأعدائك أعداء الدين فإنهم لا يعجزونك يا الله. اللهم إنا نسألك بأسمائك الحسنى وصفاتك العليا أن تجمعنا في جناتك الفردوس كما جمعتنا في هذا المسجد يا رب العالمين. اللهم بارك لهذه الدولة. اللهم بارك لهذه الدولة. اللهم بارك لهذه الدولة حكاما وشعبا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.